الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് കാതോർക്കുന്ന, അതിന്റെ വിളംബരത്തിന് കാതോർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണുള്ളത്. ഒരു വേള ഈ പള്ളിയുമായി ബന്ധപ്പെട്ട, ഈ മഹല്ലുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ, ചിലരെങ്കിലും ഇത്തവണത്തെ ഹജ്ജിന് പോകുന്നവരുണ്ടാകും. അതുമല്ലെങ്കിൽ നമ്മളുമായി പരിചയത്തിലും ബന്ധത്തിലുള്ള ആളുകൾ എന്തായാലും ഹജ്ജിന് പുറപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പുറപ്പെടുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും. ഇനി അതുമല്ലെങ്കിൽ നമ്മളുടെ പരിചയക്കാരിൽ നിന്ന് ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തായിരുന്നാലും ഹജ്ജിന്റെ ഒരു സമയമായതിനാൽ ആ ഒരു വിഷയത്തിൽ അതേക്കുറിച്ചൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ളതൊരു അനിവാര്യതയാണ്. ഈ പറയുന്നത് ഇപ്രാവശ്യത്തെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എല്ലാവരും തയ്യാറാകണം എന്ന് പറയാനുള്ളൊരു ഖുതുബയല്ല. മറിച്ച് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഹജ്ജ് ക്ലാസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. ആ അർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ അവബോധം ഹജ്ജിന് പോകുന്നവർ നേടിയെടുത്തിട്ടുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേവലമായ ഒരു ധാരണ, ഈ ഇബാദത്തിനെ കുറിച്ചൊരു കേവല ധാരണ സാന്ദർഭികമായിട്ട് ഉണ്ടാവുക, ഉണർത്തപ്പെടുക എന്നുള്ളത് അനിവാര്യമാണ്. ആ നിലക്ക് പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നമ്മുടെ ധാരണകളിൽ ഉണ്ടാകേണ്ട, ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ അത് ഉണർത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം ഇന്നത്തെ ഖുതുബയുടെ. രണ്ടാമത്, നമ്മളോടൊക്കെ ആരെങ്കിലും ഹജ്ജിന് യാത്ര പറയുന്ന ആൾക്കാരുണ്ടാവും. ഈ യാത്ര പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണമല്ലോ, പ്രാർത്ഥിക്കണമല്ലോ.
ആ പ്രാർത്ഥനാ സമയത്ത് നമ്മുടേതായ ചില ഉപദേശങ്ങൾ, ചില നസ്വീഹത്തുകൾ, ഉപദേശം എന്ന വാക്ക് പറയണില്ലേ, ചില നസ്വീഹത്തുകൾ നമുക്ക് നൽകാം. ആ നസീഹത്ത് നൽകാൻ തക്കതായി ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ നിലക്ക് ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 27-28 ആയത്തുകളിലൂടെ പറയുന്ന കാര്യങ്ങൾ. ഒന്നാമതായി അല്ലാഹു പറയുന്നു, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ കുറിച്ചുള്ള വിളംബരം അറിയിക്കുക എന്നുള്ള നിർദ്ദേശമാണ്. അങ്ങനെ വിളംബരം ഉണ്ടാകുമ്പോൾ ആ വിളംബരത്തിന്റെ ഉത്തരണ്ടാകും. യഅ്തൂക റിജാല, അങ്ങനെ ആ വിളംബരം കേൾക്കുന്ന ആളുകൾ, സത്യവിശ്വാസികൾ, ഈ വിളംബരം എനിക്കുള്ളതാണ്, ഞാനതിന് ഉത്തരം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കാൽനടയായി പോലും ഹജ്ജിന് ചെയ്യുന്ന ഇതിലെത്തുന്ന ആൾക്കാർ, അഥവാ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെ കുറിച്ചാണ് ആ പറയുന്നത്. അല്ലാതെ കാൽനടയായിട്ട് ഹജ്ജ് പോകുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹുർമത്താക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട സംഗതി ആയിട്ടല്ല. അഥവാ അടുത്തുള്ള ആളുകൾ ഹജ്ജിന് എത്തും എന്നർത്ഥം. പിന്നെ വഅലാ കുല്ലി ളാമിരിൻ, അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ ഒട്ടകം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കിട്ടിയ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് എത്രത്തോളം ആർക്കൊക്കെ ഹജ്ജിന് എത്താൻ പറ്റുമോ അവരൊക്കെ അതിനുവേണ്ടി ശ്രമിക്കും, അതിനുവേണ്ടി എത്തും എന്നുള്ള ഒരു പ്രയോഗമാണ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. കിട്ടിയ വാഹനപ്പുറത്തേറി അവർ ആ ഹജ്ജിന് എത്തും എന്നുള്ളതാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വാഹനപ്പുറത്തായും കാൽനടയായും ഒക്കെ സൗകര്യപ്രദമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജിന് എത്തുന്ന ആൾക്കാരുണ്ടാകും. അവർ ഹജ്ജിന് വരുന്നതാവട്ടെ പല ദിക്കുകളിൽ നിന്നായിരിക്കും, പല ഉൾപ്രദേശങ്ങളിൽ നിന്നായിരിക്കും. അങ്ങനെ പല ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ വിളംബരത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് ഈ ഹജ്ജാകുന്ന മഹത്തായ ആ കർമ്മം നിർവഹിക്കാൻ വേണ്ടി, ആ തീർത്ഥാടനം ലക്ഷ്യമാക്കിക്കൊണ്ട്, ഹജ്ജ് കർമ്മം ലക്ഷ്യമാക്കിക്കൊണ്ട് എത്തുന്നവരായ ആളുകൾ ഈ വിളംബരത്തിന് കാതോർത്തുകൊണ്ട് എത്താനിരിക്കുകയാണ്. അതല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ മഹത്തായ കർമ്മം അവിടെ നടക്കാനിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ലിയശ്ഹദു മനാഫിഅ ലഹും, അവർക്ക് ആ ഹജ്ജിന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനാഫിഉകൾ അവർക്ക് സ്വീകരിക്കാനുണ്ട്. ആ മനാഫിഉകളുടെ ഭാഗമാകാനുണ്ട്, അതിന്റെ സാക്ഷികൾ ആവാൻ അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ, അതിനെ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യം, ദുനിയവിയായിട്ടുള്ള ഭൗതികമായിക്കൊണ്ടുള്ള നേട്ടങ്ങൾ അവർക്ക് നേടാനുണ്ട്. അതോടൊപ്പം അതിനേക്കാൾ അപ്പുറം പരലോകത്ത് അവർക്ക് നേടാനുള്ള കുറെ കാര്യങ്ങളും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ഭൗതിക ലോകത്ത് നേടാനുള്ള നേട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ഹജ്ജ് നടക്കുന്ന കഅബാലയവും ആ കഅബാലയവുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റപ്പെട്ട സ്ഥലങ്ങള്, അഥവാ അറഫയും മുസ്ദലിഫയും മിനയും ജമറാത്തും അടങ്ങുന്ന ഈ പ്രദേശങ്ങളിലേക്ക്, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നവരായ ആളുകൾ, അവിടേക്ക് വരുന്നവര് എവിടെ നിന്നുള്ള ആൾക്കാരാ? ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന്. എവിടെയൊക്കെയാണ് സത്യവിശ്വാസികളുള്ളത്, ഹജ്ജിന്റെ വിളംബരത്തിന്റെ ശബ്ദം കേട്ടിട്ടുള്ളത്, അതല്ലെങ്കിൽ ആ വിളംബരത്തിന് കാതോർക്കാൻ തയ്യാറായിട്ടുള്ളത്, എന്നെ എന്റെ റബ്ബ് വിളിച്ചിട്ടുണ്ട്, അതിന് ഞാൻ ലബ്ബൈക ചൊല്ലേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് അവിടേക്ക് എത്തിപ്പെടുന്നവരായ, എത്താൻ വേണ്ടി തയ്യാറെടുക്കുന്നവരായ, ആ യാത്രക്ക് ഒരുക്കം കൂട്ടുന്നവരായ ആളുകൾ അവിടെ എത്തിപ്പെടുമ്പോ അവിടെ ഉണ്ടാകുന്നത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നാനാ ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകൾ, ഇപ്പൊ ലോകത്തിന്റെ നാനാ പ്രത്യേക യാത്ര ചെയ്യുക, അവിടുത്തെ സംസ്കാരങ്ങളൊക്കെ തൊട്ടറിയുക, അവിടുത്തെ ആളുകളുമായി കൊണ്ട് പരിചയം ഉണ്ടാവുക, ഇതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? എന്നാൽ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു വലിയ കാര്യം നേടിയെടുക്കുക എന്നുള്ളത് ഭൗതികമായി കൊണ്ട് നമ്മൾക്ക് കിട്ടാനിരിക്കുന്ന ഒരു മനാഫിഇന്റെ കൂട്ടത്തിൽപ്പെട്ടതാ. എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്ന സമയത്ത് പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന, പല ദേശക്കാരായ, പല ഭാഷക്കാരായ, പല ദേശീയതകൾ ഉൾക്കൊള്ളുന്നവരായ ആളുകൾ, പല സംസ്കാരത്തെ ആളുകൾ, അവരെ എല്ലാവരും അവിടേക്ക് എത്തിച്ചെടുപ്പെടുന്നു. അവരിൽ പലരെയും കാണാൻ സാധിക്കുന്നു, പല സംസ്കാരങ്ങളുമായി കൊണ്ട് ഇഴകിച്ചേരാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു വലിയ നേട്ടം ഭൗതികമായി കൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ആ മനാഫിഇന്റെ കൂട്ടത്തിൽ അതിപ്രധാനമായിട്ടുള്ളത് നാളെ റബ്ബിന്റെ അടുക്കൽ ഉഖ്റവിയായ നേട്ടമാണ്. ആ ഉഖ്റവിയായ നേട്ടമാണ് പ്രധാനം. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യും. അതല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവർ ആ യാത്ര ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. അതും അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനാഫിഇനെ വിശദീകരിക്കുമ്പോൾ അതിന്റെ പാരത്രിക
മാരകമായ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിശദീകരണം നൽകുന്നുണ്ട്. എന്താണെന്നറിയോ? വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് തീരുന്ന ഒരു കർമ്മങ്ങളാണ്. ആ കർമ്മത്തിന്റെ ഭാഗമായിക്കൊണ്ട് 45 ദിവസത്തെ പാക്കേജ്, 30 ദിവസത്തെ പാക്കേജ്, ഇങ്ങനെ പല പാക്കേജുകളായിക്കൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർ പുറപ്പെടുന്നത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നിർണയിച്ച ആ ദിവസങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അവന് ദിക്ർ ചെയ്ത് അവനെ സ്മരിച്ച് അവനെ ഇബാദത്ത് ചെയ്ത് ആ ഇബാദത്തുകളിൽ അവന്റെ മനസ്സുകളെ അള്ളാഹുവിന്റെ സൃഷ്ടിയായ സത്യവിശ്വാസിയുടെ ആ ഹാജിയുടെ മനസ്സിനെ ആ സമയത്ത് മുഴുവനും അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്ന, അള്ളാഹുവിലേക്ക് ഒട്ടി നിൽക്കുന്ന തരത്തിൽ അവൻ പരുവപ്പെടുകയും അവൻ പാകപ്പെടുകയും അവൻ തസ്കിയത്ത് കിട്ടുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞില്ല. അള്ളാഹു പറയുന്നു വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മത്തെ കുറിച്ച് അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആമി. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ബഹീമത്തുൽ അൻആം അഥവാ ബലിമൃഗങ്ങൾ, ആ ബലിമൃഗങ്ങളുടെ പേരിൽ അതിനെ ബലിയർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ ബലിയർപ്പിച്ചുകൊണ്ട് ആ ബലിയർപ്പണം എന്ന് പറയുന്ന ആ സൽക്കർമ്മത്തിന്, ആ ഇബാദത്തിന് അവർ സാക്ഷിയാകുന്നുണ്ട്. എന്നിട്ടോ ഫകുലൂ മിൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബലികർമ്മത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെയും ഒരു ഭൗതികമായ കാര്യം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ അതിൽ നിന്ന് തിന്നുകൊള്ളുക. ബലികർമ്മത്തിന്റെ ആ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറെ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? ലൻ യനാലല്ലാഹ ലുഹൂമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന് പറയുന്നത്. അഥവാ നമ്മൾ നടത്തുന്ന ആ ബലികർമ്മം അത് ഹജ്ജിന് പോകുന്നവർ ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ളവർ ഉദ്ഹിയ്യത്തായിട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുകയാണെങ്കിലും ആ ബലികർമ്മത്തിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ രക്തം അള്ളാഹ്ക്ക് കൊടുക്കുക, മാംസം അള്ളാഹ്ക്ക് കൊടുക്കുക, അങ്ങനൊന്നും ഇല്ലല്ലോ. ആ മാംസത്തിന്റെ കാര്യത്തിൽ അതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്നറിയോ? ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് തിന്നുകൊള്ളുക. വഅത്ഇമു, നിങ്ങൾ തിന്നാൻ നൽകിക്കൊള്ളുക. അൽ ബാഇസ, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ നല്ല ഒരു മാംസഭക്ഷണം കഴിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഫക്കീറുകൾക്ക് ഇത് കിട്ടാനും വാങ്ങാനും വകുപ്പില്ലാത്ത ആൾക്കാരുണ്ടാകുമല്ലോ, അവർക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളും തിന്നുകൊള്ളുക, തിന്നാൻ ആവശ്യക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദ്ഹിയ്യത്തിന്റെ വിഷയം വരുന്നുണ്ട്, ബലികർമ്മവുമായി ബന്ധപ്പെട്ട് ഹജ്ജിന്റെ ബലികർമ്മത്തിന്റെ വിഷയം വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള നേട്ടങ്ങൾ, ഉഖ്റവിയായ നേട്ടങ്ങൾ, ഭൗതികമായ മനാഫിഉകൾ, ഇതെല്ലാം ഉൾച്ചേരുന്ന ഒരു മഹത്തായ ഇബാദത്ത്. ആ ഇബാദത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇബ്രാഹിം മില്ലത്താണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിലേക്ക് ഇത് എങ്ങനെ ചേർന്ന് വരുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിന്റെ ഭാഗമാണ് ഹജ്ജ് കർമ്മം, ബലികർമ്മം. ഈ കർമ്മങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഏകദേശം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ആളുകളെ കാണാനും അതിൽ പലരെയും കാണാനും പരിചയപ്പെടാനും അവരുടെ സംസ്കാരങ്ങളുമായി കൊണ്ട് അടുത്തറിയാനും ഒക്കെ സാധിക്കുന്ന ആ ഭൗതികമായ നേട്ടം ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ ഭൗതികമായ ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് പൂർണ്ണമായിട്ട് അള്ളാഹുവിലേക്ക് അടുത്തറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അവനെ കുറിച്ച് ചിന്തിക്കാൻ, അവനെ ഇബാദത്തുകളിൽ മുറിഞ്ഞടുക്കാൻ സാധിക്കുന്ന വല്ലാത്ത അനുഭൂതി നിറഞ്ഞ ഒരു വലിയ ഇബാദത്ത് അതാണ് നടക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് പോകുന്നവരോട് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇബാദത്തിന്റെ മഹത്വം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. എപ്പെന്നറിയോ? നമ്മോട് യാത്ര ചോദിക്കുന്ന സമയം ഉണ്ടാകുമല്ലോ, ആ സമയത്ത് പ്രാർത്ഥിക്കൂല നമ്മൾ അവർക്ക് വേണ്ടി. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ നസീഹത്ത് ഈ അർത്ഥത്തിൽ കൊടുക്കാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, വലിയ സൗഭാഗ്യത്തിനാണ് ഈ പോകുന്ന ആളുകൾ അർഹരാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 സൗഭാഗ്യങ്ങൾ അതിൽ എടുത്തു പറയേണ്ടതുണ്ട്. 3 മാത്രമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹജ്ജ ഫലം വലം യർഫുത് വലം യഫ്സുഖ്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, അയാളുടെ ഭാഗത്ത് നിന്ന് റഫസോ ഫിസുഖോ ഒന്നും വരുന്നില്ല, അയാൾ അധർമ്മത്തിന്റെ ചിന്തകൾ ഉണ്ടാകുന്നില്ല, വേണ്ടാത്തരങ്ങൾ ആലോചിക്കുന്നില്ല, സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലും അടുക്കത്തോടുകൂടി ചിട്ടയോടുകൂടി ധാർമ്മിക ബോധം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. കാരണം മുഹരിമാണ്
അയാൾ, മുഹരിമായ ഇഹ്റാമിലുള്ള ആൾ എന്നുള്ള നിലക്ക് എനിക്കൊരുപാട് ചിന്തകൾ, എനിക്കൊരുപാട് അരുതുകളുണ്ട്, അരുതായ്മകളുണ്ട്. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾ അങ്ങനെ ഹജ്ജ് നിർവഹിച്ചാൽ അയാൾക്കൊരു റുജൂ ഉണ്ട്, തിരിച്ചുവരവുണ്ട്. എങ്ങനെയാണ് തിരിച്ചുവരവെന്നറിയുമോ? കയൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ അവനെ പ്രസവിച്ചിട്ട അന്നാളിൽ അവന്റെ പരിശുദ്ധി എന്താണോ ആ പരിശുദ്ധിയോടുകൂടി തിരിച്ചു വരാൻ സാധിക്കുന്ന സൗഭാഗ്യത്തിന് അർഹരാകാൻ പോവുകയാണ് ഹജ്ജിന് പോകുന്നവരായ ആളുകൾ. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. ആ തരത്തിൽ ഇത് പ്രധാനപ്പെട്ടതാകുന്നു. ഇനി അതേപോലെ രണ്ടാമത്തെ എന്താണെന്നറിയോ? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ, അഥവാ പുണ്യം നിറഞ്ഞ ഹജ്ജ് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കും ചിലപ്പോ അല്ലാഹു മബ്റൂറും മഖ്ബൂലുമാക്കി തരട്ടെ. അല്ലാഹു അല്ല മബ്റൂറാക്കി തരുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞെന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് സാധിച്ചാൽ, അതിനൊരാൾ ശ്രമിച്ചാൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലം സ്വർഗം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൂടെ നമുക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് വേണ്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല ബിർറ് നിറഞ്ഞ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകുമാറാവട്ടെ എന്നും അതിന് കിട്ടാനിരിക്കുന്ന പ്രതിഫലം സ്വർഗമാണെന്നറിയുമല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് കിട്ടാൻ ആ അവസരം കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. നാളെ റബ്ബിന്റെ അടുക്കൽ നമ്മെ എല്ലാവരെയും റബ്ബ് സ്വർഗത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളതും ആ ഒരു തരത്തിലുള്ള ഉണർത്തൽ കൂടി ഈ വിഷയം പറയുമ്പോൾ ഉണ്ട്. മൂന്നാമത്തെ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫ്ദുല്ലാഹി തലാത്ത, അല്ലാഹുവിന്റെ വിരുന്നുകാർ, അല്ലാഹുവിന്റെ അതിഥികൾ ആയിട്ടാണ് അവർ പോകുന്നത്. റബ്ബിന്റെ അതിഥികളായിട്ട് മാറാൻ സാധിക്കുക മൂന്ന് കൂട്ടരുണ്ട് അക്കൂട്ടത്തിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി ധർമ്മ സമരത്തിന്റെ രംഗത്തേക്ക് പുറപ്പെട്ട് അങ്ങനെ യാത്ര ചെയ്യുന്നവരായ ആളുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നവരായ ആളുകൾ അല്ലാഹുവിന്റെ അതിഥികളാണ്. രണ്ടാമത്തേത് ഹജ്ജിന്റെ യാത്രയിൽ ഉള്ളവരായ ആളുകൾ അല്ലാഹുവിന്റെ അതിഥികളാണ്. മൂന്നാമത്തേത് ആ കൂട്ടത്തിൽ വരുന്നത് മുഅ്തമിറാണ്, ഉംറയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന ആളുകളും അല്ലാഹുവിന്റെ അതിഥികളാണ്. ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഈ മൂന്ന് അർത്ഥത്തിലും അല്ലാഹുവിന്റെ വിളി കേട്ടിട്ടുള്ള ഒരു യാത്രയാണ്. ആ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. കഴിഞ്ഞില്ല, ഹജ്ജിനാണ് പോകുന്നത്, ഉംറയും ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് അർത്ഥത്തിലും അല്ലാഹുവിന്റെ അതിഥികളായി മാറാൻ സൗഭാഗ്യം ഹാജിമാരെ നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയും നമുക്ക് ഈ വിഷയത്തിലൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ആദരവ്, ആ ആദരവ് ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് എന്ത് വേണമെന്നറിയോ? ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകൾ, എനിക്ക് ചെയ്യാൻ സാധിക്കണം എന്ന് പറയുന്ന ആളുകൾ, നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ ആ കർമ്മം പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് നാഥാ നീ തൗഫീഖ് ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു പ്രാർത്ഥന സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിന് വേണ്ടി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ എല്ലാ ഇബാദത്തുകളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്താ അങ്ങനെ പറയണമെന്നറിയോ? പലപ്പോഴും പല ആളുകളും പറയാൻ സംസാരം എന്താ അറിയോ? കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയി, ഇപ്പൊ ഞാനേ ഉള്ളൂ. അപ്പൊ നിയ്യത്ത് മാറിയില്ലേ? കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയി, ഇനി ഞാനേ ഉള്ളൂ. കുടുംബത്തിൽ ബാക്കിയുള്ളവരൊക്കെ പോയതുകൊണ്ട് ഇപ്പൊ ഞാൻ പോകാതെന്നാൽ മോശമായി പോയില്ലേ എന്നുള്ള ചിന്ത മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ നിയ്യത്ത് ഒരു വേള ഒരല്പമെങ്കിലും വഴിമാറിയേക്കും. ഉണ്ടാകാൻ പാടില്ല. ഇനി അല്ലെങ്കിൽ പറയും മക്കൾക്കൊക്കെ നിർബന്ധം ഇത്തവണത്തെ ഹജ്ജിന് ഞാൻ പോകണോന്ന്, എന്നാ പിന്നെ പോയേക്കാം. നിയ്യത്ത് വഴിമാറിയില്ലേ? ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ലില്ലാഹി, അല്ലാഹുവിനാകുന്നു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇബാദത്തുകൾ പൂർണ്ണമായ ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ആ വിഷയം പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ യാത്ര പറയലോ. യാത്ര പറയുമ്പോഴേ നമ്മൾ ആലോചിക്കണം. യാത്ര പറയുമ്പം ചില ആളുകളെങ്കിലും മുൻപൊന്നും ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് ബന്ധം മുറിഞ്ഞു പോയത്, പരിചയങ്ങളിൽ നിന്ന് വിട്ടുപോയത്, ഒരുപാട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, കുടുംബബന്ധമായിരുന്നു, രക്തബന്ധമായിരുന്നു,
ബന്ധമുണ്ടായിരുന്നു, പല അർത്ഥത്തിലുള്ള ബന്ധങ്ങളായിരുന്നു. പക്ഷെ മുറിഞ്ഞു പോയതുണ്ട്. ആ മുറിഞ്ഞുപോയ ബന്ധങ്ങളൊന്ന് വിളക്കി ചേർക്കാൻ, അതിനൊന്ന് ഇണക്കി ചേർക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്നറിയോ? ഈ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക എന്നുള്ളതാണ് പേരെങ്കിലും അതുപോലും ഒരു തന്റെ പ്രൗഢിയുടെ കാണിക്കലിന്, അത് പ്രൗഢി കാണിക്കാൻ വേണ്ടിക്കൊണ്ട് വല്ലാത്തൊരു വിളംബരം പുറപ്പെടുവിച്ചുകൊണ്ട് വലിയ പരസ്യപ്പെടുത്തലുകളിലേക്ക് അത് പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ, പ്രത്യേകത്തോളം പത്രമാധ്യമങ്ങൾ പോലും ഹജ്ജിന്റെ യാത്രയെ പരസ്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് സങ്കടകരമാണ്. അങ്ങനെയൊന്നും വേണ്ടതില്ല, അറിയിക്കണം. ഇപ്പൊ പള്ളിയിലൊക്കെ ഒരുമിച്ച് കൂടുന്ന ആളുകൾ, ഈ കൂട്ടത്തിൽ ഒരാൾ പോവാണ്, അപ്പൊ എല്ലാ വഖത്തിനും വരുന്നു, ജുമാക്ക് വരുന്നു, കാണുന്ന ആളുകളാണ്, പരസ്പരം പരിചയമുണ്ട്, ഇപ്രാവശ്യത്തെ ഹജ്ജിന് ഞാൻ പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ദ്വാരിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയാ നല്ലത്. അതേപോലെ തന്നെ കുറെ കാലങ്ങളായിക്കൊണ്ട് ബന്ധം മുറിഞ്ഞു പോയ ആൾക്കാരുണ്ടാവൂലേ, ആ ബന്ധങ്ങളൊക്കെ ഒന്ന് വിളക്കി ചേർത്തിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കണോട്ടോ, മാപ്പാക്കണോട്ടോ, ഇനി മറ്റൊരിക്കൽ കൂടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ, ഹജ്ജ് ഒരു ഒറ്റല്ലേ നിർബന്ധമുള്ളൂ, അതുകൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ഹജ്ജ് ചെയ്യാൻ പറ്റൂലല്ലോ, പറ്റിയേക്കില്ലല്ലോ, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, മറ്റൊരു ഇബാദത്തിനെ പോലെ അല്ലല്ലോ, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം എന്ന് പറഞ്ഞ് ആ ബന്ധങ്ങളെ വിളക്കി ചേർത്തുകൊണ്ട് യാത്ര പറയുക, ആ ഇണക്കി ചേർത്തുകൊണ്ട് യാത്ര പറയുക എന്നുള്ളത് ആ അർത്ഥത്തിൽ നല്ലതാണ്. ഇതിന്റെ പേരിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവന്റെ പ്രൗഢി, സാമ്പത്തികമായ പ്രൗഢി, ആഡംബരം, ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വലിയ സൽക്കാരങ്ങള്, ഹജ്ജിന് പോകുന്നുണ്ട് നിങ്ങൾ തലേ ദിവസം വരണം കേട്ടോ എന്ന് പറഞ്ഞ് തലേ ദിവസം വലിയ സൽക്കാരങ്ങൾ ഉണ്ടാക്കുക. ഇതിന്റെ ഒന്നും ആവശ്യം എന്തായാലും ഇല്ല. അങ്ങനെയൊക്കെ വിളിച്ചറിയിച്ചു കൊണ്ട് പോകേണ്ട ഒരു ഇബാദത്തൊന്നും അല്ല എന്നുകൂടി നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ സുന്നത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. പക്ഷെ അതൊക്കെ പിൽക്കാലഘട്ടത്ത് പലതരത്തിലുള്ള ഇങ്ങനെ അനാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള നിലക്ക് നമ്മൾ ഓർക്കേണ്ടതും ഓർമ്മിക്കേണ്ടതുമാണ്. ഇനി അതേപോലെ തന്നെ കർമ്മങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ കർമ്മങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും പല ആളുകൾക്കുള്ള ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടും, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഉപകാരപ്പെടുമല്ലോ, ആ നിലക്ക് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ. കർമ്മങ്ങൾ നമ്മൾ പഠിക്കണം. ഹജ്ജിന്റെ കർമ്മങ്ങൾ എപ്പോഴും അതേക്കുറിച്ച് ഇസ്ലാമിന്റെ 5 ഇബാദത്തുകളിൽ 5 റുക്നുകളിൽ, ആ 5 റുക്നുകൾ ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞ 5 റുക്നുകളിൽ പ്രധാനപ്പെട്ട 5ാമത്തെ റുക്നാണല്ലോ. ആ റുക്ന് എല്ലായ്പ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ആ അർത്ഥത്തിൽ അതിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ, ഓരോ കർമ്മങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, തവാഫ് ചെയ്യുമ്പോഴുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ്, സഅയ് ചെയ്യുമ്പോഴുള്ളത് എന്തൊക്കെയാണ്, അറഫയിൽ എങ്ങനെയൊക്കെ, മുസ്ദലിഫ എങ്ങനെയൊക്കെ, മിനായിൽ വന്നാൽ എങ്ങനെയൊക്കെ, ജമറാത്തിലെ കല്ലേറെങ്ങനെയൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ഒരു അറിവും ധാരണയുണ്ടാകാം. പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് എന്റെ കൂടെ അമീറുണ്ട്, അമീറിന്റെ കൂടെ പോയാൽ മതി എന്ന് വിചാരിക്കും. താൻ ചെയ്യേണ്ട വ്യക്തിപരമായ ഒരു ഇബാദത്ത് തന്റെ കൂടെയുള്ള ഒരാളെ ആശ്രയിച്ചും അവലംബിച്ചും പോവുക എന്നുള്ളതല്ല ഉണ്ടാകേണ്ടത്. തനിക്കതിന് പ്രാപ്തിയുണ്ട് എന്നുള്ള നിലക്ക് അവബോധവും ഇൽമും നേടുക എന്നുള്ളത്, അറിവും നേടുക എന്നുള്ളത് പ്രധാനപ്പെട്ടാണ് എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയും അറിവും വെച്ച് പുലർത്തിക്കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ഈ കർമ്മത്തെ പൂർത്തിയാക്കാൻ സാധിക്കണം എന്നുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം പോകുന്നവർക്ക് അത് സാധിക്കുമാറാകട്ടെ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാഥൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഹജ്ജിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിന് ഹജ്ജ് ഇപ്പൊ വിഷയാക്കി എന്നുള്ളത് തുടക്കത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ അതിനെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾക്കൊക്കെ ഇപ്പോ സഹോദരിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർത്തൽ അനിവാര്യമാണെന്ന് തോന്നാണ്. 30-40 പവനൊക്കെ കയ്യിലുണ്ടാകും, കൊല്ലങ്ങളായിട്ട് കയ്യിലുണ്ടാകും. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യേണ്ടത് മനിസ്തതാ ഇലൈഹി സബീല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് ഹജ്ജ് നിർബന്ധമാക്കിയത് സബീൽ ഒരുങ്ങി കിട്ടിയാലാണ്. ഈ സബീൽ ഒരുങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കയ്യും പിടിച്ചിട്ട് ആ മാർഗത്തിലേക്ക്, വഴിയിലേക്കാണ് കൊണ്ടുപോയിട്ട് വെച്ചിരുന്നല്ലോ. മറിച്ച് നമ്മുടെ കയ്യിൽ സബീൽ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഇപ്പൊ 30-40 പവനൊക്കെ തന്റെ വീട്ടിൽ വെച്ചിട്ട്, വീട്ടിൽ വെച്ച അതുണ്ടായിട്ട് അതിൽ നിന്ന് 2 പവന് വിറ്റാ ചിലപ്പോ, അല്ലെങ്കിൽ 1.5 പവൻ വിറ്റാ ചിലപ്പോ ഒരു ഉംറ ചെയ്യാൻ പറ്റും.
ഒരു 4-5 പവന് വിറ്റ് കഴിഞ്ഞാൽ അത്ര വേണ്ടിയല്ല, ചിലപ്പോൾ കൂടുതലാ, വിറ്റ് കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്യാനും പറ്റും. എന്നാലും ബാക്കി അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും അത്രമാത്രം സമ്പാദ്യം ഉണ്ടായിട്ടും ഹജ്ജിനെ കുറിച്ച് ആലോചിക്കാത്ത രീതിയിൽ അതിനെങ്ങനെ തസ്വീഫ് ചെയ്യാം. തസ്വീഫ് ചെയ്യാൻ പിന്നേക്ക് വെക്കുക, ആവട്ടെ അല്ലെങ്കിൽ ആയിട്ടില്ല എന്ന് ചിന്തിക്കുക ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ അടുത്ത ഒരു വർഷത്തിലേക്കെങ്കിലും നല്ല ആരോഗ്യത്തോടുകൂടി ആരോഗ്യമുള്ള സമയത്ത് തന്നെ അത് ചെയ്യാനുള്ള തരത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഉണ്ടാകണം എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ഇനി വേറൊന്നും കൂടെ കൂട്ടി സൂചിപ്പിക്കേണ്ട, ചിലപ്പോൾ ഉംറക്കൊക്കെ പോകുന്ന ആളുകൾ ഏതായാലും 10-15 കൊല്ലമായിട്ട് എന്റെ കയ്യിൽ ഇത്ര സ്വർണ്ണം ഉണ്ട്, എന്നാ സ്വർണത്തിൽ നിന്ന് ഒരു 2 പവൻ വിറ്റിട്ട് ഉംറക്ക് പോവുക. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം വേറെ ഉണ്ട്. ഇതുവരെ 10-12 കൊല്ലമായിട്ട് ഈ 30 പവൻ ഉണ്ടായിട്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. സക്കാത്ത് കൊടുക്കാത്ത ആ മുതല് കൊണ്ട് സക്കാത്ത് കൊടുക്കാതെ ഹറാമാക്കി സമ്പാദിച്ചു വെച്ച ആ സമ്പാദ്യം അതിൽ നിന്ന് വിറ്റിട്ട് ഉംറക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതും അപകടകരമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ രണ്ടിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മാനം എന്താണ്? ഇസ്ലാമിന്റെ 5-ാം പത്തിയായിട്ട് വരുന്നതാണ് ഹജ്ജ്. അതിന്റെ 3-ാം പത്തിയായിട്ട് വരുന്ന സക്കാത്ത്. ആ സക്കാത്ത് പൂർത്തിയാക്കാതെ നേരെ ഒറ്റച്ചാട്ടം 5-ലേക്ക് ചാടിയാൽ 3 അവിടെ കിടക്കുകയാണ്. വലിയ പ്രശ്നമാണത്. അതേക്കുറിച്ചൊക്കെയുള്ള അവബോധങ്ങൾ ഈ മിമ്പറിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള നിലക്കും ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഉണരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലൊക്കെ അവബോധമുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു, ഹിദായത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നസീഹത്തായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കണോട്ടോ. ആ നിലക്ക് പറയാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നുകിൽ 45 ദിവസം പാക്കേജ് ഒക്കെ ആയിട്ട് പോകുന്ന ആളുകൾ എന്തായാലും 30 ദിവസം ഹറമിലുണ്ടാവും. ഈ ഹറമിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ 6 ദിവസത്തെ ഹജ്ജ് കഴിഞ്ഞാൽ 5-6 ദിവസത്തെ ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പല ഭാഗത്തും ഇങ്ങനെ ടൂറായിട്ട് നടക്കുക എന്നുള്ളതിൽ ഉണ്ടാകേണ്ടത്. അതിന് പിന്നെ വേറെ വേണമെങ്കിൽ പോകാൻ പറ്റുമെങ്കിൽ പോവുക. ഇത് ഈ തീർത്ഥാടനത്തിന് വന്നതാ. ഒരു ഹറമിലെ ഒരു വഖത്ത് നിസ്കാരത്തിനുള്ള കൂലി എന്താ? ഇപ്പൊ ഈ പള്ളിയിൽ നിസ്കരിക്കുന്നതിന്റെ, ജുമാ നമസ്കരിക്കുന്നതിന്റെ 1,00,000 മടങ്ങ് പ്രതിഫലം പരിശുദ്ധ ഹറമിൽ ജുമാ നമസ്കരിച്ചാൽ കിട്ടും. ഓരോ വഖത്തിനും പ്രതിഫലം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ 30 ദിവസം ഹറമിൽ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യിക്കുന്ന ഒരാള് 150 വഖത്ത് നമസ്കാരത്തിന് അവിടെ ഉണ്ടാവും. ആ 150 വഖത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടാനിരിക്കുന്ന പ്രതിഫലം 150 ലക്ഷം കൊണ്ടൊന്ന് പെരുക്കി നോക്കി ഗുണിച്ചു നോക്കൂ, എന്തായിരിക്കും അതിന്റെ മഹത്വം കിടക്കുന്നത്. പക്ഷെ അതേക്കുറിച്ചൊന്നും ആലോചിക്കൂല. അപ്പോൾ ആലോചിക്കുന്നറിയോ, ഒരു വക്തല്ലേ പോയിട്ട് അല്ലെങ്കിൽ 2 വക്തല്ലേ പോയ ഭക്തിനെ കുറിച്ച് ആശ്വസിക്കുക ചെയ്യുക. എന്നിട്ട് കിട്ടിയ ഭക്തിനെ കുറിച്ചിട്ടുള്ള വലിയ പ്രതീക്ഷ ഉണ്ടാവുക. ആ കിട്ടിയ വക്തത്തിനെ കുറിച്ച് പ്രതീക്ഷ നല്ലത് തന്നെയാണ്. പക്ഷെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള നഷ്ടബോധം കൂടി ഉണ്ടാവണം. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും വേണം. അതും ഒരു ഉണർത്തലായിട്ട് നല്ലതാണ്. അനിവാര്യമായ യാത്രകളൊക്കെ ആകാം എന്നല്ല, മുടക്കണം എന്നല്ല പറയുന്നത്. അത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിങ്ങനെ നടന്ന് തീർക്കുക എന്നോ ഉറങ്ങി തീർക്കുക, പിന്നെ ഹജ്ജ് കഴിഞ്ഞല്ലോ എന്നാ പിന്നെ റൂമിൽ ഇറങ്ങി തീർക്കുക എന്നുള്ള തരത്തിലും ആകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ, അബദ്ധങ്ങൾ, അരുതായ്മകൾ ഈ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട് എന്നുള്ള നിലക്ക് നമുക്ക് ഉണർത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഉണ്ടാകുമല്ലോ. നമ്മളുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് വലിയ ഒരു ദൗത്യമായിരിക്കും. ആ ദൗത്യം നമ്മളതിന് സാധിക്കണം, ചെയ്യണം എന്നുകൂടി ഉണർത്തുകയാണ്. ഇനി ഒരു കാര്യം, നമ്മൾ ഉദ്ഹിയ്യത്താണ്. ഉദ്ഹിയ്യത്തിന് വേണ്ടി ഒരുങ്ങണോട്ടോ. ഞാൻ അധികമൊന്നും പറയണില്ല. ഉദ്ഹിയ്യത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലെ ഹദീസ്, പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, അതൊക്കെ നമ്മൾ ആ ബോധവാന്മാരാണ്. കാരണം ഈ പള്ളി ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഉദ്ഹിയ്യത്ത് വരുന്നല്ലോ, ബലിപെരുന്നാൾ വരുന്നല്ലോ. ബലിപെരുന്നാളിന്റെ ഭാഗമായി കൊണ്ട് ചെയ്യേണ്ട ഉദ്ഹിയ്യത്തിന്റെ പ്രാധാന്യം അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതിനു വേണ്ട സംവിധാനങ്ങൾ മഹല്ലടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ടാകും. അതിന്റെ ഭാഗമാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു ഉരുവിൽ 7 ആൾക്ക്, അത് ഒട്ടകം, മാട് പോലെ, ഒട്ടകം ഇവിടെ അല്ലല്ലോ, പിന്നെ പോത്ത്, പിന്നെ എന്താ കാള, പശു പോലുള്ള കറുക്കാണെങ്കിൽ അധികവും, അല്ലെങ്കിൽ എരുമ പോലുള്ള, പോത്ത് പോലുള്ള കറുക്ക്, മാട് വർഗത്തിൽപ്പെട്ട, ഒറ്റ വാക്കിൽ പറയട്ടെ, മാട് വർഗത്തിൽപ്പെട്ടത് അറുക്കുകയാണെങ്കിൽ അറിയാം നമുക്ക് പിന്നെ 7 ആൾക്ക് വരെ അതിൽ പങ്കുചേരാം. അപ്പോ മിക്കവാറും കുറെ ആളുകൾക്കൊക്കെ പങ്കുചേരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ലളിതമായ കർമ്മം. ആടാണെങ്കിൽ ഒരാൾക്ക് ഒന്നേ പറ്റുള്ളൂ. ആ അർത്ഥത്തിൽ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾക്ക് 1 ഷെയറോ അല്ലെങ്കിൽ 2 ഷെയറോ അല്ലെങ്കിൽ 3 ഷെയറോ, ഇനി മുഴുവൻ ഒന്നെ ഒരാളെങ്കിലും ഒരാൾ അറക്കുക എന്നുള്ള നിലക്കും, ഒന്നൊരാൾ അറക്കുമ്പം അതിലേക്ക് തന്റെ കുടുംബത്തെ കൂടെയൊക്കെ നീയത്തിൽ ചേർക്കുക. കുടുംബത്തെ നിറയും മക്കളെയും ഭാര്യ കുടുംബത്തിലേക്ക് ആ നീയത്തിലേക്ക് ചേർക്കുക. അങ്ങനെയൊക്കെ ചേർത്തുകൊണ്ട് നമുക്കതിന്റെ പ്രതിഫലവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ആ കർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിനുള്ള സമയം കൂടിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ നേരാവണ്ണം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകും.
നൽകുമാറാവട്ടെ. നമ്മുടെ പോരായ്മകൾ അള്ളാഹു നമുക്ക് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നാഥ നീ മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, പല അർത്ഥത്തിൽ പല രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആളുകൾ അള്ളാഹുവേ നിന്റെ അടുക്കൽ നിന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവരായ ആളുകൾക്ക് ശമനം നൽകി ആ ചികിത്സ കൊണ്ട് രോഗത്തിന് പൂർണ്ണമായ ശമനം നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾ നാളെ ഞങ്ങൾക്കും ദുനിയാവിലും ഞങ്ങളുടെ ജീവിതത്തിലും ഈ സമൂഹത്തിനും നാളെ പരലോകത്ത് കുടുംബസമേത സ്വർഗത്തിലേക്ക് എത്താൻ പ്രാപ്തമാകുന്ന രീതിയിൽ മക്കളിൽ ഞങ്ങൾക്ക് നീ നന്മ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമുൻ അലൽ മുർസലീൻ.